നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് അരീപ്പറമ്പ് അർത്തുങ്കൽ മണ്ഡലം കമ്മിറ്റികളുടെ പ്രതിഷേധം. പ്രവർത്തകർ ചേർത്തല തെക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രസിദ്ധമായ വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം. ദർശനത്തിനെത്തിയത് ആയിരക്കണക്കിന് ഭക്തർ. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അംഗൻവാടികളിലെ കുട്ടികൾക്ക് ഇനി ആഴ്ചയിൽ 3 ദിവസം പഴങ്ങളും പച്ചക്കറികളും. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ നിർവഹിച്ചു. വിശദമായ വാർത്തകൾ. വൈക്കം ഉദയനാപുരം പഞ്ചായത്തിൽ പുതുതായി BJPയിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി. തുറുവേലിക്കുന്ന് ജംഗ്ഷന് സമീപം നടന്ന സമ്മേളനം ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു. BJP തലയോലപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് സുമേഷ് കൊല്ലേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം K. ഗുപ്തൻ, നേതാക്കളായ PG ബിജുകുമാർ, PC ബിനേഷ് കുമാർ, JR ഗോപാലകൃഷ്ണൻ, PD സരസൻ, പ്രിൻസി ഷാജി, അമ്പിളി വിനയരാജ്, VP സുരേന്ദ്രൻ, KK രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. പ്രസിദ്ധമായ വാരനാട് ദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തിസാന്ദ്രം. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഭരണി ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തിയത്. പ്രസിദ്ധമായ വാരനാട് കുംഭഭരണി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ദേവീക്ഷേത്രത്തിലെത്തിയത്. പുലർച്ചെ ഭരണി ദർശനത്തിന് വിവിധ ദേശങ്ങളിൽ നിന്നുമായി നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. തിരുവാതിരക്കളി, കളരിപ്പയറ്റ്, ചിന്തുപാട്ട് തുടങ്ങിയ കലാപരിപാടികൾ നടന്നു. വ്യത്യസ്തമാർന്ന കലാപരിപാടികളോടും ക്ഷേത്രാചാര ചടങ്ങുകളോടും സമൃദ്ധമായിരുന്നു ഇത്തവണത്തെ വാരനാട് ദേവീക്ഷേത്ര മഹോത്സവം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് അരീപ്പറമ്പ് അർത്തുങ്കൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേർത്തല തെക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ലൈഫ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, വർദ്ധിപ്പിച്ച നികുതി വെട്ടിക്കുറയ്ക്കുക, പഞ്ചായത്ത് ഭരണസ്തംഭനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. സമരം അഡ്വക്കേറ്റ് S. ശരത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ നാടിന്റെ അടിസ്ഥാന വികസനങ്ങൾ സ്തംഭനാവസ്ഥയിലാണ്. നമ്മുടെ പഞ്ചായത്ത് തീരദേശം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ചേർന്ന ഒരു പഞ്ചായത്താണ്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടൊരു പഞ്ചായത്താണ്. വലിയ ഓൺ ഫണ്ട് എന്നുള്ള പ്രദേശമല്ല. കേരളത്തിലെമ്പാടുമുള്ള പഞ്ചായത്ത് സംവിധാനത്തെ ഈ ഗവൺമെന്റ് പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയിട്ട് 9 വർഷങ്ങൾ പിന്നിടുന്നു. 9 വർഷമായി ഈ നാടിന്റെ അടിസ്ഥാന വികസനങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാത്ത അവസ്ഥയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. കുറെ സ്ഥാപനങ്ങളൊക്കെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് തട്ടിക്കൂട്ടിയൊക്കെ കൊണ്ടുപോകും. ഇതിൽ കൃത്യമായി ഒരു അജണ്ട നടപ്പിലാക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഞാൻ കഴിഞ്ഞ നമ്മുടെ പഞ്ചായത്ത് 1.5 കോടി രൂപയാണ് നമ്മുടെ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് ലാപ്സായി. ഇപ്പോഴും ആ അവസ്ഥയിലേക്ക് പോവുകയാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ അവസാന ഗഡു ലഭിക്കേണ്ട സാഹചര്യത്തിൽ ഇപ്പൊ മാർച്ച് മാസത്തിൽ എത്തിയിട്ട് ആ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. സ്വാഭാവികമായും മാർച്ച് അവസാനമാകുമ്പോൾ ഫണ്ട് വരും. നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മളെ ക്യൂവിലാക്കും. മാർച്ച് 31 കഴിയുമ്പോൾ ആ ഫണ്ടും കോടിക്കണക്കിന് രൂപ ലാപ്സാകും. ഈ തുകയെന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള പൈസയാണ്.
അരിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മണ്ണാശ്ശേരി മോഹനൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് N. ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TS രഘുവരൻ, അർത്തിങ്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോൺകുട്ടി പടാകുളം, കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് ബാബു പള്ളേക്കാട്ട്, PR പ്രകാശൻ, KS രാജു, ജോസ് ബെനറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. കരൂർ പായൽക്കുളങ്ങര ശ്രീദേവി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവത്തിന് കൊടിയേറി. പുതുമന ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. സോപാന സംഗീതം, നാടൻപാട്ട്, കവിയരങ്ങ്, ഗാനമേള, തിരുവാതിര, കെട്ടുകാഴ്ചകൾ, പടയണികൾ തുടങ്ങിയവ വിവിധ ദിവസങ്ങളിലായി നടക്കും. മാർച്ച് 10 ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ആഴ്ചയിൽ 3 ദിവസം കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അംഗൻവാടി കുട്ടികൾക്ക് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ ഉദ്ഘാടനം നിർവഹിച്ചു. അന്തരീക്ഷത്തിൽ ചൂടിന്റെ കാഠിന്യം കൂടിയതോടെ കഞ്ഞിക്കുഴിയിലെ അംഗനവാടികളിലെ കുഞ്ഞുങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. അംഗനവാടിയിൽ സ്ഥാപിച്ചിട്ടുള്ള അക്ഷയപാത്രം വഴിയാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും രക്ഷകർത്താക്കളിൽ നിന്നും സമീപവാസികളിൽ നിന്നും ശേഖരിക്കുന്നത്. ഇത് വൃത്തിയായി അരിഞ്ഞ് അംഗനവാടിയിലെ പ്രവർത്തകർ കുഞ്ഞുങ്ങൾക്ക് നൽകും. ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ശേഖരിക്കുന്നത്. കുഞ്ഞുങ്ങൾ കൂട്ടമായി കഴിക്കുമ്പോൾ എല്ലാത്തരം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ നേട്ടം. പഞ്ചായത്തിലെ 30 അംഗനവാടികളിലും പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. 16-ാം വാർഡിലെ 39-ാം നമ്പർ അംഗനവാടിയിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ നിർവഹിച്ചു. വളരെ സന്തോഷം. ഈ വേനൽക്കാലത്ത് കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കുക എന്നുള്ളത് സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ വീട്ടിലാണെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും ഒന്നിച്ച് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ ആകുമ്പോൾ പല വീടുകളിൽ നിന്നും പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് ഇതിനകത്തൊക്കെ സഹകരിക്കുന്ന. ഷായ്സാറിനെ പോലെ സത്യനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ സഹകരണത്തോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് എല്ലാ ദിവസവും ഈ വേനൽക്കാലം കഴിയുന്നവരെ ഫ്രൂട്ട്സ് കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. എല്ലാ അംഗൻവാടികളിലേക്കും ഇത് വ്യാപിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഫ്രൂട്ട്സ് കൊടുക്കുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വൈസ് പ്രസിഡന്റ് M. സന്തോഷ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷ S. ജ്യോതിമോൾ, പഞ്ചായത്ത് സെക്രട്ടറി TF സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് സെക്രട്ടറി P. രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. അന്തരീക്ഷത്തിൽ ചൂടിൻ്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളാണിത് കൂടുതലായി ബാധിക്കുന്നത്. അവിടെയാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 30 അംഗനവാടികളിലും കുഞ്ഞുങ്ങൾക്ക് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമൊക്കെ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളവ നോക്കി കൊടുക്കുന്നൊരു പദ്ധതിക്കാണ് ഞങ്ങൾ അക്ഷയപാത്രം എന്ന പേരിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. 30 അംഗനവാടികൾ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് അംഗനവാടി അധ്യാപികമാർ അരിഞ്ഞ് കുഞ്ഞുങ്ങൾക്കായി വിതരണം ചെയ്യുന്നത്. സ്വാഭാവികമായും ഒരു വീട്ടിലാണെങ്കിൽ 1-2 ഐറ്റം പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളോ വാങ്ങാൻ കഴിയുകയുള്ളൂ. അത് വാങ്ങിയാൽ തന്നെ കുഞ്ഞുങ്ങൾ കഴിക്കണമെന്നില്ല. ഒരുമിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇവരെല്ലാ പഴങ്ങളും കഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പപ്പായ ഉൾപ്പെടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആർക്കും വെള്ളം കൊണ്ടുവരാം. ഏറ്റവും വൃത്തിയോടുകൂടി അരിഞ്ഞാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ശ്രീനാരായണ ഗുരു അവസാനമായി കണ്ണാടിയിൽ പ്രണവപ്രതിഷ്ഠ നടത്തിയ ഉല്ലല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പൂത്താല സമർപ്പണം നടത്തി. തലയാഴം കിഴക്ക് SNDP ശാഖായോഗത്തിന്റെയും വനിതാ സംഘത്തിന്റെയും കുടുംബ യൂണിറ്റുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശാഖായോഗം ഓഫീസ് അങ്കണത്തിൽ നിന്നാണ് താലപ്പൊലി പുറപ്പെട്ടത്. വാദ്യഘോഷവും ഗരുഡം പയറ്റും താലപ്പൊലിക്ക് മിഴിവേകി. ക്ഷേത്രാങ്കണത്തിൽ താലപ്പൊലി എത്തിയതോടെ വാദ്യഘോഷം പാരമ്യത്തിലെത്തി. വാദ്യഘോഷത്തിന്റെ പെരുക്കത്തിനൊപ്പം ഗരുഡന്മാരും ചുവടുവച്ചതോടെ ഭക്തരും ആത്മഹർഷത്തിലായി. 7 മണിയോടെ താലപ്പൊലി ക്ഷേത്ര സങ്കേതത്തിലെത്തി താലസമർപ്പണം നടത്തി. തലയാഴം കിഴക്ക് SNDP ശാഖായോഗം പ്രസിഡന്റ് TS സജീവ്, സെക്രട്ടറി പ്രീജു K ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി.
കൊക്കോതമംഗലം കാക്കനാട് ശ്രീഷൺമുഖവിലാസം ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. ക്ഷേത്രതന്ത്രി ജയ തുളസീധരൻ തന്ത്രികൾ കൊടിയേറ്റ് ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുക്കുവാൻ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. മാർച്ച് 10 തിങ്കളാഴ്ച പൂയം ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ബ്രഹ്മശ്രീ ജയതുളസീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നു. തുടർന്ന് ചിന്തുപാട്ടും അരങ്ങേറി. നാടകം, ഡിജിറ്റൽ ഡ്രാമ, സംഗീത സദസ്സ്, ഗാനമേള എന്ന കലാപരിപാടികളും ക്ഷേത്രാചാര ചടങ്ങുകളും വിവിധ ദിവസങ്ങളിലായി നടക്കും. മാർച്ച് 10 ആറാട്ടോടെ ഉത്സവം സമാപിക്കും. വൈക്കം ഇടയാഴം പൂങ്കാവ് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന താലപ്പൊലി ഭക്തിനിർഭരമായി വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ താലപ്പൊലികൾ ക്ഷേത്രസന്നിധിയിൽ സമർപ്പിച്ചു. പൂങ്കാവ് ദേവീക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ക്ഷേത്രത്തിന് മുന്നിലായുള്ള ദേവിയെ എഴുന്നള്ളിക്കുന്ന തേരാണ്. രേവതി ദിവസം 9 നിലകളിലായി കരക്കാർ തന്നെ കെട്ടിയുയർത്തി പഴക്കുലകൾ കൊണ്ട് അലങ്കരിച്ച് ദേവി എഴുന്നള്ളിയിരിക്കുന്ന തേര് അപൂർവമായ ഒരു കാഴ്ചയാണ്. പ്രധാന ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിന് മുന്നിലെ തേരിന് മുകളിൽ നിന്നും പഴങ്ങളും വെറ്റിലയും ഭക്തർക്ക് നൽകുന്നതും പൂങ്കാവ് ക്ഷേത്രത്തിലെ പ്രത്യേക ആചാരമാണ്. ഇടയാഴം NSS കരയോഗം ഭാരവാഹികളായ വി സോമൻ നായർ, രാമചന്ദ്രൻ നായർ, പൂങ്കാവ് ദേവസ്വം ഭാരവാഹികളായ നന്ദകുമാർ ഗീതാലയം, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിന് യാതൊരുവിധ അടിസ്ഥാന രേഖകളുമില്ലാതെ CRZ 3Bയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് അമ്പലപ്പുഴയിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. അമ്പലപ്പുഴയിൽ നടന്ന യോഗത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, സാംസ്കാരിക, റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. യോഗത്തിൽ CRZ നിയമത്തെക്കുറിച്ച് ഹരികൃഷ്ണൻ വിശദീകരിച്ചു. എനിക്ക് തോന്നിയ എല്ലാവർക്കും തോന്നണമല്ലോ, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഏജൻസിയുടെ ഇങ്ങനെ ഇത്ര ഏരിയയിൽ മിനറൽസ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഈ മാപ്പ് പ്രിപ്പയർ ചെയ്ത KC സിദ്ധമേഖലയിലോ ആരെങ്കിലും ഇത് ഇങ്ങനൊരു മിനറൽസ് ഉണ്ട് എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. രക്ഷാധികാരിയായി ഫാദർ മിലിറ്റൻ കളപ്പുരയ്ക്കലിനെയും ചെയർമാനായി ഹരികുമാർ താമത്തിനെയും കൺവീനറായി അംബുജാക്ഷൻ നായരെയും തെരഞ്ഞെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ രതീഷ്, G വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. നിയമത്തിൽ ഇളവ് തേടി പഞ്ചായത്തിനും MLA, MP, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർക്കും നിവേദനം നൽകാനും യോഗം തീരുമാനിച്ചു. ചരമവാർത്ത. കടപ്ര വാക്കയിൽ കോയിക്കലംഗവും വൈക്കം ചോതിയിൽ കോവിലകത്ത് പരേതനായ RV തമ്പാന്റെ ഭാര്യയും ആയ ചേർത്തല നഗരസഭ 11-ാം വാർഡിൽ ലക്ഷ്മിയിൽ രാധാ തമ്പാൻ നിര്യാതയായി 80 വയസ്സായിരുന്നു. വയലാർ കണ്ടത്തിപ്പറമ്പിൽ ശിവൻകുട്ടി നിര്യാതനായി ഘടൻ വിദ്വാനാണ്. സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് അരീപ്പറമ്പ്, അർത്തുങ്കൽ മണ്ഡലം കമ്മിറ്റികളുടെ പ്രതിഷേധം. പ്രവർത്തകർ ചേർത്തല തെക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രസിദ്ധമായ വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം. ദർശനത്തിനെത്തിയത് ആയിരക്കണക്കിന് ഭക്തർ.
കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അംഗൻവാടികളിലെ കുട്ടികൾക്ക് ഇനി ആഴ്ചയിൽ 3 ദിവസം പഴങ്ങളും പച്ചക്കറികളും. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.